കടലിൽ ഇരപിടിക്കുന്ന ഭീകരൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനും ഓർക്കാനും ഒരുപാട് ആൾക്കാരുടെ പേരുണ്ട്. സ്രാവ്, കില്ലർ വെയിൽ, ഇതെല്ലാം ഇതിൽപ്പെടുന്നതാണ്. എന്നാൽ ഇത്രയൊന്നും വലുപ്പമില്ലാത്ത ഒരു കൊടും ഭീകരനുണ്ട് കടലിൽ. മൂർത്ത പല്ലുകളുള്ള, വളരെ വേഗത്തിൽ, മിന്നൽ വേഗത്തിൽ നീന്താൻ കഴിയുന്ന, കടലിലെ ഇരപിടിയൻ മത്സ്യങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ. അതിവേഗത്തിൽ നീന്താൻ കഴിയുന്ന ഈ ഭീകരന്റെ പേരാണ് ബറാക്കൂഡ. ഈ കഴിഞ്ഞ ദിവസം പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും. മാലദ്വീപിൽ നിന്ന് ബറാക്കൂഡ മത്സ്യത്തിന്റെ കുത്തേറ്റ് ഒരാളെ അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അയാളുടെ സുഷുമ്ന നാഡിയും നട്ടലുമെല്ലാം ഇതിന്റെ കുത്തുകൊണ്ട് തകർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബറാക്കൂഡ മത്സ്യത്തിന്റെ കൗതുകങ്ങളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീണ്ട ശരീരവും മൂർത്ത പല്ലുകളും വളരെ അഗ്രസീവായ വേട്ടയാടൽ സ്വഭാവവുമുള്ള ഒരു മത്സ്യമാണ് ബറാക്കൂഡ. സ്ഫെറിനിഡേ എന്ന കുടുംബത്തിലാണ് ഇവരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാത്തരം കടലിലും, പ്രത്യേകിച്ചും സബ് ട്രോപ്പിക്കൽ കടലുകളിൽ എല്ലാം ബറാക്കൂഡ മത്സ്യത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ടോപ്പ് പ്രിഡേറ്റർ ആയിട്ടുള്ള, ഇരപിടിനായിട്ടുള്ള ഈ മത്സ്യത്തിന് സമുദ്ര ആവാസ വ്യവസ്ഥ നിയന്ത്രിക്കുന്നതിൽ, മറൈൻ എക്കോസിസ്റ്റം നിയന്ത്രിക്കുന്നതിൽ പ്രത്യേക പങ്കും ഉണ്ടെന്ന് പറയപ്പെടുന്നു. സ്ഫെറിനിഡേ കുടുംബത്തിൽപ്പെടുന്ന ബറാക്കൂഡകൾ 3 സ്പീഷീസുകളാണ് പ്രധാനമായിട്ടും കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. ഗ്രേറ്റ് ബറാക്കൂഡ എന്നറിയപ്പെടുന്ന സ്ഫെറീന ബറാക്കൂഡ, ഒപ്റ്റ്യൂസ് ബറാക്കൂഡ എന്നറിയപ്പെടുന്ന സ്ഫെറീന ഒപ്റ്റ്യൂസ, ഗ്വാചാഞ്ച് ബറാക്കൂഡ എന്ന വിളിപ്പേരുള്ള സ്ഫെറീന ഗ്വാചാഞ്ച്. ഇതാണ് പ്രധാനമായും ഉള്ള 3 ബറാക്കൂഡ സ്പീഷീസുകൾ. ലോകത്തെ ഉഷ്ണമേഖല, മിതോഷ്ണമേഖല കടൽ ഭാഗങ്ങളിൽ, ട്രോപ്പിക്കൽ, സബ് ട്രോപ്പിക്കൽ ഭാഗങ്ങളിൽ ഉള്ള കടലുകളിൽ ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ, ചെങ്കടലിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ശാന്തസമുദ്രം, മെഡിറ്ററേനിയൻ കടൽ, ഇവിടങ്ങളിലെല്ലാം ബറാക്കൂഡയുടെ സാന്നിധ്യം ഉണ്ട്. മിക്കവാറും പവിഴപ്പുറ്റുകളോട് ചേർന്നോ, അല്ലെങ്കിൽ മാംഗ്രൂവ്, അതായത് കണ്ടൽ വനങ്ങളോട് ചേർന്നോ, അല്ലെങ്കിൽ തീരത്തോട് ചേർന്ന അഴിമുഖ പ്രദേശങ്ങളിലൊക്കെയാണ് ഇവരെ കാണാറുള്ളത്. കാരണം ഇത്തരം ഭാഗങ്ങളിൽ മറ്റ് മത്സ്യങ്ങൾ ധാരാളം ഉണ്ടാകും, ഇവർക്ക് വേണ്ട ഇരയും അവിടുന്ന് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഭാഗങ്ങളിൽ ആണ് ബറാക്കൂഡ മത്സ്യങ്ങൾ അധികവും ചുറ്റിത്തിരിയാറും താമസിക്കാറും ഉള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആഴക്കടലിലും അതുപോലെ തന്നെ ആഴം കുറഞ്ഞ തീരമേഖലയിലും ബറാക്കൂഡ മത്സ്യങ്ങളെ ധാരാളമായി കണ്ടെത്തിയിട്ടുണ്ട്. കടലിൽ ഇവരുടെ വാസം വളരെ കൗതുകമുള്ളതാണ്. ഒറ്റയ്ക്കും കൂട്ടമായിട്ടും ഇവർ ജീവിക്കാറുണ്ട്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, തീരെ ചെറുതായി, കൂട്ടത്തെ വിളിക്കുക സ്കൂൾ എന്നാണ് വിളിക്കുക. അപ്പം സ്കൂളിംഗ് ബിഹേവിയർ വളരെയധികം കാണിക്കുന്ന, പ്രത്യേകിച്ചും ചെറുപ്പകാലങ്ങളിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ സ്കൂളിംഗ് ബിഹേവിയർ കാണിക്കുന്നതിൽ പ്രധാനികളാണ് ബറാക്കൂഡകൾ. എന്നാൽ പ്രായപൂർത്തിയാകുന്നതോടുകൂടി ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റയ്ക്ക് വേട്ടയാടാനും ഇരപിടിക്കാനും ഒക്കെ വളരെയധികം തൽപരരാണ് ബറാക്കൂഡ മത്സ്യങ്ങൾ. മാത്രവുമല്ല, വളരെ ക്ഷമയോടെ, അവസരത്തിനായി കാത്തിരുന്ന് ക്ഷമയോടെ ഇരപിടിക്കാൻ ശേഷിയുള്ള കഴിവുള്ള ആൾക്കാരാണ് ബറാക്കൂഡ മത്സ്യങ്ങൾ. പതിയിരുന്ന് ഇരപിടിക്കാൻ കഴിവുള്ള ഇവർ വളരെ പെട്ടെന്ന്, മിന്നൽ വേഗത്തിൽ ഇരയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനും എടുക്കലാണ്. ഏകദേശം 35 മൈൽ പെർ അവർ എന്ന് വെച്ചാൽ ഏകദേശം ഒരു 56 മണിക്കൂർ കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് ബറാക്കൂഡ മത്സ്യങ്ങൾ. മാത്രമല്ല, ഇവരുടെ വളരെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ടും വായു കൊണ്ടും ഒറ്റക്കടിക്ക് ഇരയെ 2ആക്കി മുറിക്കാൻ ശേഷിയുള്ള ആൾക്കാരുമാണ്. ശരീരത്തിന്റെ പുറത്ത് വെച്ച് ബീജസങ്കലനം നടത്തുന്നതാണ് ഇവരുടെ പ്രത്യുൽപാദന രീതി. പെൺമത്സ്യങ്ങൾ മുട്ടകൾ വെള്ളത്തിൽ നിക്ഷേപിക്കുകയും ആൺമത്സ്യങ്ങൾ പിന്നാലെ ബീജസങ്കലനം നടത്തുകയുമാണ് ചെയ്യുന്നത്. മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്ന ബറാക്കൂഡ മത്സ്യക്കുഞ്ഞുങ്ങൾ ആദ്യ സമയങ്ങളിൽ രക്ഷപ്പെടാനായിട്ട്, മറ്റ് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ കടലിന്റെ അടിത്തട്ടിലോ, ഇനി അതുമല്ല എങ്കിൽ കണ്ടൽ വനങ്ങളുടെ ഒളിസങ്കേതങ്ങളിലോ, ഇനി അതുമല്ല എങ്കിൽ സസ്യപ്ലവകങ്ങളുടെ, പ്ലാങ്ക്ടൺസിന്റെ കൂടെയാണ് അവരുടെ ജീവിതം ജീവിച്ചു തീർക്കുന്നത് തുടക്കകാലത്ത്. ശരീരത്തിന്റെ വളർച്ചാ നിരക്ക് വളരെ വേഗമാണ് ബറാക്കൂഡ കുഞ്ഞുങ്ങൾക്ക്. വളരെ വേഗം വളരുന്ന ഇവർ വളർച്ച പ്രാപിക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്തുന്നതോടുകൂടി തന്നെ പുറംകടലിലേക്ക് മാറുകയും ചെയ്യും. 10 മുതൽ 15 വർഷം വരെയാണ് ബറാക്കൂഡ മത്സ്യങ്ങളുടെ ആയുസ് എന്ന് കണക്കാക്കപ്പെടുന്നത്. ആദ്യമേ പറഞ്ഞതുപോലെ ബറാക്കൂഡ എന്ന് പറയുന്ന മത്സ്യങ്ങൾ പ്രെഡേറ്റർ വർഗത്തിൽപ്പെടുന്നതായതുകൊണ്ട് സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥ നിയന്ത്രിക്കുന്നതിൽ പ്രത്യേക പങ്ക് തന്നെയുണ്ട്. അത് എല്ലാ ആവാസ വ്യവസ്ഥയിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇരപിടിക്കുന്ന ജീവികളായതുകൊണ്ട് തന്നെ ബറാക്കൂഡ മത്സ്യങ്ങൾ മറ്റ് ജീവജാലങ്ങളുടെ, മറ്റ് മത്സ്യങ്ങളുടെ പോപ്പുലേഷൻ നിയന്ത്രിച്ച് നടത്തുന്നുണ്ട്. ബറാക്കൂഡ മത്സ്യങ്ങൾ ഭക്ഷ്യയോഗ്യമാണെങ്കിലും പലപ്പോഴും സിഗുവാട്ര എന്ന ഭക്ഷ്യ വിഷബാധയുമായിട്ട് ഇവർ ബന്ധപ്പെട്ടിരിക്കുന്നു. സിഗോടോക്സിൻ എന്ന വിഷാംശം അടങ്ങിയ മത്സ്യങ്ങളെ ഭക്ഷിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഭക്ഷ്യ വിഷബാധയാണ് സിഗുവാട്ര പോയ്സണിങ്. പലപ്പോഴും കോറൽ റീഫ് മത്സ്യങ്ങളെ ഭക്ഷിക്കുമ്പോഴാണ് ഈ വിഷബാധ ഉണ്ടാകുന്നത്. കാരണം കോറൽ റീഫ് എക്കോസിസ്റ്റത്തിൽ ഡൈനോഫ്ലാജലറ്റുകൾ ധാരാളമുണ്ട്. ഡൈനോഫ്ലാജലറ്റിനെ അധികമായി കഴിക്കുന്ന മത്സ്യങ്ങളുടെ ഉള്ളിൽ ഈ വിഷം ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. ബറാക്കൂഡ അധികവും കഴിക്കുന്നത് റീഫ് മത്സ്യങ്ങളാണ്. അതുകൊണ്ട് ബറാക്കൂഡയുടെ ശരീരത്തിനുള്ളിലും ഈ പോയ്സൺ ഉണ്ടാവുകയും ബറാക്കൂഡയെ കഴിക്കുന്ന മനുഷ്യരിൽ സിഗുവാട്ര പോയ്സണിങ് പലപ്പോഴും ഉണ്ടാകുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്.
തിളക്കമേറിയ വെള്ളിച്ചിതമ്പലോടുകൂടി മിസൈൽ പോലെ നീണ്ട രൂപമാണ് ഇവർക്കുള്ളത്. കാണാൻ അത്യന്തം ഭംഗിയാണ് ഇവരെ. വളരെ ശക്തിയേറിയ വാലുകളാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വേഗതയാർജിക്കാനും ബറാക്കുഡ മത്സ്യങ്ങൾക്ക് കഴിയും. നീണ്ട താടിയലിൽ 2 നിരയിലായിട്ടാണ് മൂർച്ചയേറിയ പല്ലുകൾ അടുക്കിയിട്ടുള്ളത്. ഒരിക്കൽ ഇര വായിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഇരയ്ക്ക് രക്ഷപ്പെട്ടു പോകുന്നത് അസാധ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ വളരെ വിശിഷ്ടമായ ഒരു ഭക്ഷ്യ മീനാണ് ബറാക്കുഡ. അതുപോലെ തന്നെ വിനോദത്തിനായും ബറാക്കുഡ മത്സ്യങ്ങളെ വേട്ടയാടുന്നവരുണ്ട്. വളരെ ദൂരത്തു നിന്ന് തന്നെ ഇരകളെ കാണത്തക്ക രീതിയിൽ വളരെ ഷാർപ്പാണ് ബറാക്കുഡ മത്സ്യങ്ങളുടെ കാഴ്ച. മറ്റ് മത്സ്യങ്ങളെപ്പോലെ മനുഷ്യരെ കാണുമ്പോൾ ഇവർ ഒളിച്ചോടുന്നവർ അല്ലെങ്കിൽ പേടിച്ചോടുന്നവരല്ല. പലപ്പോഴും സ്കൂബ ഡൈവേഴ്സിനെ കാണുമ്പോൾ വളരെ കൗതുകത്തോടുകൂടി വീക്ഷിക്കുന്നവരും കൗതുകത്തോട് തന്നെ സ്കൂബ ഡൈവേഴ്സിനെ പിന്തുടരുന്ന ആൾക്കാരുമാണ് ബറാക്കുഡ മത്സ്യങ്ങൾ. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്കൂബ ഡൈവേഴ്സിന് ഒരു ഭീഷണിയുമാണ് ബറാക്കുഡ മത്സ്യങ്ങൾ. കാരണം ഇവരെപ്പോഴാണ് ആക്രമണകാരികളാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ചുറ്റുപാടുമായി സമരസപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കാൻ വിദഗ്ധരാണ് ബറാക്കുഡ മത്സ്യങ്ങൾ. തിളക്കമുള്ള വെള്ളി ചിതമ്പലും നീണ്ട രൂപവും കാരണം ഇളക്കമുള്ള വെള്ളത്തിൽ, ചെറിയ ഓളം വെട്ടുന്ന വെള്ളത്തിൽ ഇവയെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാക്കും. ഈ കാരണം കൊണ്ട് തന്നെ ഇരയുടെയും അതുപോലെ ശത്രുവിൻ്റെയും കണ്ണിൽ പെടാതിരിക്കാൻ മിടുക്കരാണ് ബറാക്കുഡ മത്സ്യങ്ങൾ. ഒറ്റയ്ക്കും കൂട്ടമായും താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ബറാക്കുഡ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞല്ലോ. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ബറാക്കുഡ മത്സ്യങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കാനും വേട്ടയാടാനുമാണ് ഇഷ്ടം. കാരണം ഭക്ഷണ ലഭ്യത അത്രയും കൂടെ ഉറപ്പാവും. വളരെ വേഗത്തിൽ നീന്താനുള്ള കഴിവും ശക്തമായ വാലും ഉള്ളതുകൊണ്ട് തന്നെ ഇവർ നിർഭയരായ പോരാളികളാണ്. ശത്രുക്കളെ തുരത്താനും ഇരകളുടെ പിന്നാലെ പാഞ്ഞു നിന്ന് പിടിക്കാനും മിടുക്കരാണ് ബറാക്കുഡ മത്സ്യങ്ങൾ. എന്ന് തന്നെയുമല്ല, മീൻപിടുത്തക്കാരുടെയോ അല്ലെങ്കിൽ മറ്റ് പ്രെഡേറ്റേഴ്സിൻ്റെയോ കയ്യിൽ നിന്ന് അവരുടെ ഭക്ഷണം കൂടെ തട്ടിയെടുക്കുന്ന വിധത്തിലുള്ളവരാണ് ബറാക്കുഡ മത്സ്യങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ഇത്രയും പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം ബറാക്കുഡ മത്സ്യങ്ങളെ ചുറ്റിപ്പറ്റി ധാരാളം വിശ്വാസങ്ങളുമുണ്ട്, ഒരുപക്ഷെ അന്ധവിശ്വാസങ്ങളുമുണ്ട്. കരീബിയൻ മിത്തോളജിയിൽ ഇവരെ കടലിൻ്റെ കാവൽക്കാരെന്നാണ് അറിയപ്പെടുന്നത്. പവിഴപ്പൊറ്റുകളെയും മത്സ്യം പിടിക്കാൻ പോകുന്ന മീൻപിടുത്തക്കാരെയും എല്ലാം കടലിലെ ആപത്തുകൾ രക്ഷിക്കാൻ കഴിവുണ്ട് ബറാക്കുഡ മത്സ്യങ്ങൾക്കെന്ന് കരീബിയൻ ദ്വീപ് നിവാസികൾ വിശ്വസിക്കുന്നു. എന്നാൽ പസഫിക് ദ്വീപുകളിൽ ബറാക്കുഡ മത്സ്യങ്ങൾ മീൻപിടുത്തക്കാരുടെ ശാപമാണെന്നാണ് പറയുന്നത്. ചില പസഫിക് ദ്വീപ സമൂഹങ്ങളിൽ അവരുടെ ആചാരമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ വിശ്വാസമനുസരിച്ച് തീരത്തോട് ചേർന്ന് ബറാക്കുഡ മത്സ്യങ്ങളെ കാണുന്നത് ഒരു ദുസ്സൂചനയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മീൻപിടുത്തക്കാരുടെ വള്ളങ്ങളോട് ചേർന്ന് ബറാക്കുഡ മത്സ്യങ്ങളെ കാണുന്നത് ഒരുപക്ഷെ കൊടുങ്കാറ്റിൻ്റെയോ പേമാരിയുടെയോ ചുഴലിക്കാറ്റിൻ്റെയോ ഒക്കെ വരവിന് മുന്നോടിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. വേഗതയും ചിലപ്പോഴെങ്കിലും ഉണ്ടാകുന്ന ആക്രമണ സ്വഭാവവും കൊണ്ട് ബറാക്കുഡ മത്സ്യങ്ങൾ പലപ്പോഴും മനുഷ്യന് ദോഷമായി, അല്ലെങ്കിൽ ബറാക്കുഡ മത്സ്യങ്ങളുടെ ആക്രമണം പലപ്പോഴും മനുഷ്യരും നേരിട്ടിട്ടുണ്ട്. 2010 അമേരിക്കയിലെ ഫ്ലോറിഡ കീയിൽ സ്നോർക്കൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വനിതയ്ക്ക് നേരെ ഉണ്ടായ ബറാക്കുഡ ആക്രമണം അതിൽ പ്രസിദ്ധമായ ഒന്നാണ്. ചൂണ്ടയിൽ കുരുങ്ങിയ മത്സ്യത്തെ പോലും കടിച്ചെടുത്തു കൊണ്ടുപോയ ബറാക്കുഡ മത്സ്യത്തെക്കുറിച്ചുള്ള കഥകളും ഉണ്ട്. പലപ്പോഴും മാൽദീവ്സിൽ കടൽ വിനോദത്തിൽ ഏർപ്പെടുന്ന സഞ്ചാരികൾക്ക് നേരെ ബറാക്കുഡ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുണ്ട്. കടലിലെ കൗതുകമുള്ളതും പേടിപ്പെടുത്തുന്നതുമായ ഒരുപാട് ജീവികൾക്കിടയിൽ ബറാക്കുഡകൾ തങ്ങളുടേതായ സ്ഥാനം കണ്ടെത്തുന്നത് അവരുടെ വിശേഷപ്പെട്ട ഈ സ്വഭാവരീതി കൊണ്ടും രൂപം കൊണ്ടുമാണ്. തിളക്കമേറിയ ശരീരത്തോടു കൂടിയ മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഇവർ കടലിലെ മികച്ച വേട്ടക്കാരാണെന്നതിൽ യാതൊരു സംശയവുമില്ല.